ഇറങ്ങാൻ പറ്റൂല, ഒരു സ്റ്റോപ്പിലും മസ്റായിൽ നിർത്തൂല. പിന്നെ എത്ര ബഹളം വെച്ചാലും കാര്യമില്ല, എത്ര ശക്തിയുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല മക്കളെ, എത്ര സ്വാധീനമുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല മക്കളെ. അമേരിക്കയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള പണമുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല മക്കളെ. മഹാനായ ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല മക്കളെ. പിന്നെ ഉള്ളതെന്താ? പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഖബറിലേക്ക് പോയാൽ രക്ഷപ്പെടാൻ പറ്റും. ചീത്ത കാര്യങ്ങൾ ചെയ്തതാണെങ്കിലോ ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് അവകൾക്കു നീ ചൊല്ലുന്നത്. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണതുകൊണ്ട്. അങ്ങ് പോയി വെച്ചാൽ ആപ്പിൾ പൂ പോലെ മൃദുലമായി നീ സൂക്ഷിച്ചിരുന്ന നിന്റെ പ്രിയപ്പെട്ട ശരീരമുണ്ടല്ലോ, രാവിലെ പുറത്തേക്കൊന്നിറങ്ങുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ എത്ര വെട്ടമാ കണ്ണാടിയിൽ നോക്കുന്നത്? ഒരു മരണ വീട്ടിൽ പോകണമെങ്കിൽ നീ നിന്റെ മുഖം എത്ര വെട്ടമാ മിനുസപ്പെടുത്തുന്നത്? എന്തൊക്കെയാ നിന്റെ മുഖത്ത് വാരി തേക്കുന്നത്? എത്ര വെട്ടമാ കണ്ണെഴുതുന്നത്? എത്ര വെട്ടമാ മുഖത്ത് കരി കൊണ്ട് കുത്തുന്നത്? എന്തൊക്കെ സാധനങ്ങളാ വാരി തേക്കുന്നത്? എത്ര നീ വാരി പൂശുന്നത്? ഇതെല്ലാമായിട്ടേ നീ മയ്യത്ത് കാണാൻ പോലും പോവുകയില്ലെങ്കിൽ പൊന്നുമോളെ, ആപ്പിൾ പൂ പോലെ മൃദുലമായി നീ സൂക്ഷിച്ച നിന്റെ ശരീരമുണ്ടല്ലോ, ഈ പ്രിയപ്പെട്ട നിന്റെ ശരീരം അങ്ങ് ഖബറിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, ഗൾഫ് നാടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന അത്യന്താധുനികമായ ഫേസിൽ ഇടാൻ പറ്റിയ, മുഖത്തിടാൻ പറ്റിയ അത്യന്താധുനികമായ ക്രീമുകൾ ഇട്ട് മുഖം സുന്ദരമാക്കിക്കൊണ്ടിറങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇസ്രായേൽ വന്നങ്ങ് പിടിച്ചു പോയാൽ പിന്നെ ഈ മുഖം കൊണ്ട് എന്ത് ഗുണമാ ഉള്ളത്? പിന്നെ നീ സൂക്ഷിക്കുന്ന നിന്റെ ശരീരം കൊണ്ട് എന്ത് ഗുണമാ ഉള്ളത്? നീ വെയിൽ തട്ടാതെ കറുക്കാതെ സൂക്ഷിക്കുന്ന ഈ തൊലിയുണ്ടല്ലോ, അതെല്ലാം അങ്ങ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ. നിന്റെ ശരീരം വന്നിട്ടിങ്ങനെ മത്സരിച്ച് മത്സരിച്ച് തിന്നലാണ്. അതിങ്ങനെ മത്സരിച്ച് യാതൊരു നിയന്ത്രണവുമില്ലാതെ ചിതലും പുഴുക്കളും വന്ന് കടിച്ചു കീറുകയാണ്. ആർക്കാണ് ധൈര്യമുള്ളത്? സ്വന്തം പ്രിയപ്പെട്ട ഭാര്യയെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, സഹോദരന്മാരെ, വിനയപൂർവ്വം ചോദിക്കുക. ഭാര്യ പറയുകയാണ്, എനിക്കൊന്ന് സിനിമ കാണണം, എന്നാലും നീ വാ, നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ബൈക്കിന്റെ പുറകിലിരുത്തിക്കൊണ്ട് പൊന്നാനിയിലെയും കുറ്റിപ്പുറത്തെയും തിയേറ്ററിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ ഭാര്യ പറയുകയാണ്, അവൾക്കൊന്ന് സീരിയൽ കാണാതെ ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് വീട്ടിലൊരു നല്ല TV വാങ്ങിക്കൊടുക്കണം, അവൾക്ക് സീരിയൽ കാണാൻ സമയവും കൊടുക്കണം. അങ്ങനെ ഭാര്യയ്ക്ക് സീരിയൽ കാണാൻ സമയം കൊടുത്ത്, സീരിയൽ കണ്ടൊഴുകുന്ന കണ്ണുനീരൊപ്പാൻ കർച്ചീഫും വാങ്ങിക്കൊണ്ട് കൊടുത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ സീരിയലിന്റെ ലോകത്തുകൂടെ വിരാജിപ്പിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട ഈ ഭാര്യ ഉണ്ടല്ലോ, അവൾ ചോദിച്ചതെല്ലാം നീ വാങ്ങിക്കൊണ്ട് കൊടുത്ത്, അവൾ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളെല്ലാം നീ വാങ്ങിക്കൊണ്ട് കൊടുത്ത്, അവൾ ഒരിക്കലും വിശുദ്ധ റമളാനിൽ നിന്നോട് പറഞ്ഞില്ല എനിക്ക് നോമ്പ് പിടിക്കാൻ അവസരം ചെയ്തു തരണമെന്ന് പറഞ്ഞില്ല. ഒരിക്കലും അവൾ നിന്നോട് പറഞ്ഞില്ല നമുക്കൊന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കാം എന്റെ പ്രിയപ്പെട്ടവനെ എന്ന് പറഞ്ഞില്ല. ഒരു ദിവസമെങ്കിലും സുബഹിക്ക് നിങ്ങളൊന്ന് ഇമാമ് നിൽക്കുമോ? നിങ്ങളൊന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഇമാമ് നിൽക്കുമോ? എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ പുറകിൽ നിന്നൊന്ന് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞില്ല. എനിക്ക് വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കണമെന്ന് പറഞ്ഞില്ല. എനിക്ക് ഖുർആൻ ഓതാൻ അറിയത്തില്ല, ഞാൻ മംഗളം വായിക്കുന്നു, മനോരമ വായിക്കുന്നു, ഞാൻ വനിത വായിക്കുന്നു, നാനാ വായിക്കുന്നു, എല്ലാം വായിക്കുന്നു, പക്ഷേ എനിക്ക് വിശുദ്ധ ഖുർആൻ ഒന്ന് ഓതാൻ അറിയില്ല. അതുകൊണ്ട് എനിക്കൊന്ന് ഖുർആൻ നിങ്ങളൊന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചില്ല. എനിക്ക് നിങ്ങൾ എന്നെ ഒന്ന് ഹജ്ജിന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചില്ല. നമുക്കൊന്ന് ഹജ്ജിന് പോയിക്കൂടെ എന്ന് ചോദിച്ചില്ല. കാശുണ്ടായപ്പോൾ അവൾ പറഞ്ഞു നമുക്കൊരു നല്ല കാർ വാങ്ങാമെന്ന് പറഞ്ഞു. പക്ഷേ കാശുണ്ടായപ്പോൾ അവൾ പറഞ്ഞില്ല നമുക്കൊന്ന് ഹജ്ജിന് പോകാം പ്രിയപ്പെട്ടവനെ, നമുക്കൊന്ന് പോകാം, നമുക്ക് റസൂലുള്ളാഹിന്റെ തിരുമുന്നിലൊന്നെത്താം, നമുക്ക് ബീവി ഫാത്തിമയുടെ അടുക്കലൊന്നെത്താം, നമുക്ക് ആയിഷയുടെ തിരുമുന്നിലൊന്നെത്താം, നമുക്ക് ഖദീജയുടെ ഖബറിടത്തിലൊന്ന് പോകാം, നമുക്ക് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരെ പോയി കാണാമെന്ന് പറഞ്ഞില്ല. നിന്റെ പ്രിയപ്പെട്ടവളെ നിന്നോട് പറഞ്ഞു നിനക്ക് നീ അവൾക്ക് നല്ല വണ്ടി വാങ്ങിക്കൊടുത്തു, നീ അവൾക്ക് നല്ല TV വാങ്ങിക്കൊടുത്തു, അവളുടെ ജീവിതം മൊത്തം നീ സന്തോഷത്തിലാക്കി കൊടുത്തു. അവള് പറഞ്ഞു എനിക്ക് ഫുൾ കൈയിടാൻ പറ്റില്ല, പർദ്ദ ഇടാൻ പറ്റില്ല. എന്നാ പൊന്നെ വേണ്ട, നീ ഇടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വയറ് കാണിച്ചുകൊണ്ട് നടക്കാൻ നീ അനുവാദം കൊടുത്തു, കഴുത്ത് കാണിച്ചുകൊണ്ട് നടക്കാൻ നീ അനുവാദം കൊടുത്തു, തലമറയ്ക്കാതെ നടക്കാൻ നീ അനുവാദം കൊടുത്തു.
കൊടുത്തു. ടൂ വീലറിന്റെ പുറകിൽ വെച്ച് നീ അവളെയും കൊണ്ട് റോഡ് നീളെ സഞ്ചരിച്ചു. നാട്ടുകാരുടെ മുന്നിൽ നിന്റെ ഭാര്യ സുന്ദരിയാണെന്ന് നീ കാണിച്ചു. അവരിൽ ചിലര് പർദ്ദയിടുമ്പോഴും തലമറയ്ക്കാതെ നടക്കാൻ നീ പ്രോത്സാഹിപ്പിച്ചു. പർദ്ദയിട്ടുകൊണ്ട് സിനിമാ തിയേറ്ററുകളിൽ പോകാനും നീ അനുവദിച്ചു. ഇങ്ങനെയൊക്കെ നീ സൂക്ഷിച്ച നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, നീ നല്ല നല്ല ഹെയർ ക്രീമുകൾ വാങ്ങിക്കൊടുത്ത ഭാര്യ, നീ നല്ല നല്ല ഫേസ് വാഷുകൾ വാങ്ങിക്കൊടുത്ത ഭാര്യ, നല്ല നല്ല യൗവനം കാത്തു സൂക്ഷിക്കാൻ പറ്റിയ മരുന്നുകൾ വാങ്ങിക്കൊടുത്ത ഭാര്യ, ആ ഭാര്യ ഒരു ദിവസം നോക്കുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് എഴുന്നേക്കാൻ വയ്യ, ശരീരത്തിന് അസ്വസ്ഥത, ഡോക്ടറെ കാണാൻ കൊണ്ടുപോയി. പൊന്നാനിയിലെ ഡോക്ടർ പറഞ്ഞു ഒന്ന് മൗലാനായിൽ കൊണ്ടുപോ, അവിടത്തെ ഡോക്ടർ പറഞ്ഞു ഒന്ന് മിംസിൽ കൊണ്ടുപോ, അവിടത്തെ ഡോക്ടർ പറഞ്ഞു ഒന്ന് കിംസിൽ കൊണ്ടുപോ. അവിടെ ചെന്നപ്പോ പറഞ്ഞു ഭാര്യയ്ക്ക് ബ്ലഡ് ക്യാൻസറാ, പെട്ടെന്ന് വെല്ലൂരേക്ക് കൊണ്ടുപോ. വെല്ലൂരേക്ക് കൊണ്ടുപോയി ഒരുപാട് ചികിത്സ നടത്തി. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, നീ സുന്ദരമായിട്ട് കൊടുത്ത നൈൽ പോളിഷ് കൊണ്ട് സൂക്ഷിച്ചിരുന്ന നഖം സൂക്ഷിച്ചിരുന്ന പ്രിയപ്പെട്ട ഭാര്യ, നീ വാങ്ങിക്കൊടുത്ത സാധനം കൊണ്ട് ചുണ്ടു ചുമപ്പിച്ചിരുന്ന ഭാര്യ, നീ വാങ്ങിക്കൊടുത്ത കൺമഷി കൊണ്ട് കണ്ണ് കറുപ്പിച്ചിരുന്ന ഭാര്യ, നീ കൊടുത്തിരുന്ന വസ്ത്രം കൊണ്ട് ശരീരം മറയാതെ വസ്ത്രം ഉടുത്തു എന്ന് വരുത്തിയിരുന്ന ഭാര്യ, അവൾ മാരകമായ രോഗത്തിന് അടിമപ്പെട്ടങ്ങ് മരിച്ചുപോയി. അതല്ലെങ്കിലോ രോഗമൊന്നും വേണ്ട, ഒരു ദിവസം രാവിലെ നീ ചെന്ന് വിളിക്കുമ്പോൾ എഴുന്നേക്കുന്നില്ല, മരിച്ചുപോയി. എന്റെ പ്രിയപ്പെട്ടവനെ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മയ്യത്ത് കൊണ്ടുപോയി കബറിൽ വെച്ചിട്ട് ആ പ്രിയപ്പെട്ട ഭാര്യയുടെ മുന്നിൽ നിന്ന് നീ ഇങ്ങ് തിരിച്ചു പോന്നിട്ട് നിനക്കുറക്കം വരുന്നില്ല, നിനക്കുറക്കം വരുന്നില്ല. ഉറങ്ങാത്ത രാത്രികൾ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 3-4 ദിവസം കഴിഞ്ഞപ്പോൾ നിനക്കൊരാഗ്രഹം, എനിക്കെന്റെ പൊന്നുമോളുടെ പ്രിയപ്പെട്ടവളെ, തന്റെ സർവസ്വവുമായിരുന്ന പ്രിയപ്പെട്ടവളുടെ മുഖമൊന്ന് കാണണമ്മ, കണ്ണൊന്ന് കാണണമ്മ, ചുണ്ടൊന്ന് കാണണം. അതൊന്ന് കാണാനുള്ള അദമ്യമായ ആഗ്രഹത്തോട് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? പള്ളിക്കാട്ടിലേക്ക് പോകാൻ ധൈര്യമുണ്ടോ? ഖബറിന്റെ പുറത്തുനിന്ന് മണ്ണ് മാറ്റാൻ ധൈര്യമുണ്ടോ? ഖബറിന്റെ പുറത്തെ പലക മാറ്റാൻ ധൈര്യമുണ്ടോ? ആ വെള്ളത്തുണി കൊണ്ട് മൂടിയിരുന്ന ആ ശരീരം നീ ഒന്ന് നോക്കാനുള്ള ധൈര്യമുണ്ടോ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നീ വാങ്ങിക്കൊടുത്ത കൺമഷി കൊണ്ട് കറുപ്പിച്ചിരുന്ന കണ്ണ്, അവിടെ 2 ഗുഹയാണ് നിനക്ക് കാണാൻ കഴിയുക. നീ കൊടുത്ത സാധനം കൊണ്ട് ചുവപ്പിച്ചിരുന്ന ചുണ്ട്, അവിടെയെല്ലാം പല്ലുകൾ തള്ളി നിൽക്കുന്നതാ നിനക്ക് കാണാൻ കഴിയുക. കാതുകൾ ചെതലുകൾ കടിച്ചു നിന്നിട്ട് അവിടെ വികൃതമായിരിക്കുന്നതാ നിനക്ക് കാണാൻ കഴിയുക. കാർഡില്ല റേഷൻ വേണ്ട പോലെ അതിലുണ്ട്, ക്യൂ സിസ്റ്റം ഇല്ല, തള്ളലാണതുകൊണ്ട്. അവിടെ ആരും നിയന്ത്രിക്കാനില്ലാത്ത, അവിടെ APL BPL വ്യത്യാസമില്ലാത്ത, കാർഡ് വേണ്ടാതെ ക്യൂ ഇല്ലാതെ നിന്നിട്ട് ഇങ്ങനെ തിന്നുകയാണ്. ചിരലും പുഴുക്കളും ഇങ്ങനെ കടിച്ച് 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 പറിച്ച് തിന്നുകയാണ്. ആ ഖബറിന്റെ ഭീകരതയിൽ രക്ഷപ്പെടാൻ കഴിയണം മക്കളെ. വാപ്പായെ കൊണ്ട് ഖബറിലടക്കിയിട്ട്, ഉമ്മായെ കൊണ്ട് ഖബറിലടക്കിയിട്ട്, വിലപിടിപ്പുള്ള വാഹനത്തിൽ, വിലപിടിപ്പുള്ള കാറിൽ ഖബറിന്റെ മുമ്പിലൂടെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ ഒന്ന് നിർത്തി ഒരു അസ്സലാമു അലൈക്കും പോലും നിന്റെ വാപ്പാക്ക് പറയാതെ പോകുന്ന പ്രിയപ്പെട്ട മോനെ, നീയും നാളെ ഈ ഖബറിലേക്ക് പോകേണ്ടവനാ, നിന്റെ മക്കളും ഖബറിലേക്ക് പോകേണ്ടതാ. ഖബറിന്റെ ഏകാന്തത ഭീകരമാ. ആ ഭീകരമായ ഖബറിന്റെ ഏകാന്തതയിൽ, ആ ഭീകരമായ ഖബറിന്റെ ഏകാന്തതയിലേക്ക് പോകേണ്ടി വരുമ്പോൾ നിന്നെ രക്ഷിക്കാൻ ഈ സിനിമാ തമ്പുരാക്കന്മാർക്ക് കഴിയില്ല മക്കളെ, നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല മക്കളെ. അതുകൊണ്ട് നീ അല്ലാഹുവിലെ